പ്രിയമുള്ളവരെ, എല്ലാവർക്കും എല്ലാ നന്മകളും സമാധാനവും നേർന്നുകൊണ്ട് വീണ്ടും റേഡിയോ വോയിസിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ കബീർ കറുപ്പംവീട്ടിൽ. റമദാൻ ആത്മസംസ്കരണത്തിൻ്റെ പൂക്കാലം. വിശ്വാസികളുടെ മനസ്സുകളിൽ വിശുദ്ധിയുടെ വസന്തം വിരിയിച്ചുകൊണ്ട് ആത്മാവിൽ പുരണ്ട കറകൾ കഴുകിക്കളയുവാൻ പുണ്യങ്ങളുടെ തീർത്ഥ ജലധാരയായി സ്വർഗത്തിൻ്റെ പരിമളമേന്തി വിശുദ്ധിയുടെ ദിനരാത്രങ്ങൾ പ്രഭാകിരണങ്ങൾ വിതറി പുണ്യദിനങ്ങളുടെ സുമങ്ങൾ വിടർത്തി നന്മകളുടെ മലർവാടിയായ അറ്റമില്ലാത്ത നേട്ടങ്ങളും അളവറ്റ പ്രതിഫലങ്ങളുടെയും സ്രോതസ്സായ പുണ്യ റമദാനെ നമ്മൾ പവിത്രതയോടെ സ്വാഗതം ചെയ്തു. ഇബാദത്തുകളിൽ മുഴുകി ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടത്, നമ്മുടെ മുൻഗാമികൾ അനുവർത്തിച്ചു വന്നത് 6 മാസക്കാലം പരിശുദ്ധ റമദാൻ കിട്ടാൻ വേണ്ടി അതിലേക്കെത്താൻ വേണ്ടി അവർ ജഗന്നിയന്താവായ റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശവ്വാൽ മുതലുള്ള അവരുടെ പ്രാർത്ഥന, അല്ലാഹുവേ, ഈ കിട്ടിയ റമദാൻ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നായിരുന്നു അത്രേ. പിന്നെ അടുത്ത പ്രാർത്ഥന, ഇനി ഞങ്ങളെ അടുത്ത റമദാനിലേക്ക് എത്തിച്ചു തരണേ എന്നായിരിക്കും. അതായത് അവരുടെ ജീവിതം തന്നെ ഒരു റമദാൻമയമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രാധാന്യത്തോടെ റമദാനെ പ്രതീക്ഷിക്കുന്നത്? അത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഫീഹി ലൈലത്തുൽ ഖൈറും മിൻ അൽഫി ശഹർ. റമദാനിലെ ഏതോ ഒരു രാത്രി, ആ ഒരു രാവ് 1000 മാസങ്ങളേക്കാൾ ഉത്തമമാണ്. അപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് 80 വർഷത്തിന്മേൽ ഇബാദത്ത് എടുത്തതുപോലെയാകും എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ലൈലത്തുൽ ഖദർ 1-ാമത്തെ രാത്രി മുതൽ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാലും സക്കാത്ത് നൽകിയാലും 1000 തവണയേക്കാൾ ശ്രേഷ്ഠമാണ്. ഇങ്ങനെ പടച്ചവൻ അനുഗ്രഹങ്ങളെ നമുക്ക് വാരിക്കോരി നൽകുന്ന, നമ്മുടെ ആത്മാവിൽ പുരണ്ട കറകൾ കഴുകിക്കളയുന്ന പുണ്യദിനരാത്രങ്ങളാണ്. സൂമു തസിഹു എന്ന് ഹദീസിൽ കാണാം. നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുവിൻ. നശ്വരമായ ഈ ജീവിതത്തിൽ ആത്മീയതയ്ക്ക് മുൻതൂക്കം കൊടുക്കുക. ശവ്വാൽ പിറയോടെ ആഗതമാകുന്ന ഈ ഈദുൽ ഫിത്തർ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഡോക്ടർ കബീർ കറുപ്പംവീട്ടിൽ.